നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് മാച്ചിങ് ടെക്നിക്സ്. എന്താണ് മാച്ചിങ് ടെക്നിക്സ്? മാച്ചിങ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ബേസിക് ഫംഗ്ഷൻ ദാറ്റ് ഈസ് റിക്വയർഡ് ഇൻ ആൾമോസ്റ്റ് ഓൾ AI പ്രോഗ്രാംസ്. AI പ്രോഗ്രാംസിനെല്ലാം ആവശ്യമായിട്ടുള്ള ഒരു ബേസിക് ഫംഗ്ഷനാണ് ഇതെന്ന് പറയുന്നത് മാച്ചിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മാച്ചിങ് ഈസ് എ ബേസിക് ഫംഗ്ഷൻ that is required in almost all AI programs. It's an essential part of more complex operations such as search and control. അതായത് കൺട്രോളിങ് ഓപ്പറേഷൻസിനും സെർച്ച് ഓപ്പറേഷൻസിനും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ പാർട്ടാണ് ഏതെന്ന് പറയുന്നത് മാച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മാച്ചിങ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ ബേസിക് ഫംഗ്ഷൻ ദറ്റ് ഈസ് റിക്വയർഡ് ഇൻ ഓൾമോസ്റ്റ് ഓൾ AI പ്രോഗ്രാംസ്. ഇറ്റ്സ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് മോർ കോംപ്ലെക്സ് ഓപ്പറേഷൻസ് സച്ച് ആസ് സെർച്ച് ആൻഡ് കൺട്രോൾ. ദറ്റ് ഈസ് മാച്ചിങ് ഈസ് യൂസ്ഡ് ഇൻ സെർച്ച് ആൻഡ് കൺട്രോൾ ഓപ്പറേഷൻസ്. ഇൻ മെനി പ്രോഗ്രാംസ് ഇറ്റ് ഈസ് നോൺ ദാറ്റ് മാച്ചിങ് കൺസ്യൂംസ് എ ലാർജ് ഫ്രാക്ഷൻ ഓഫ് ദ പ്രോസസ്സിംഗ് ടൈം. അതായത് മാച്ചിങ് ഓപ്പറേഷൻ ഏത് പ്രോഗ്രാം വലിയ ലാർജ് പ്രോഗ്രാംസ് ഒക്കെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാച്ചിങ്ങിന് വളരെ കൂടുതൽ പ്രോസസ്സിംഗ് ടൈം റിക്വയർഡ് ആയിട്ട് വരുന്നുണ്ട്. അതായത് ഇറ്റ് വിൽ ടേക്ക് 90% ഓഫ് ദ ടോട്ടൽ കമ്പ്യൂട്ടേഷൻ ടൈം എടുക്കുന്നെന്ന് പറയാനായിട്ട് സാധിക്കും. സോ ഇൻട്രൊഡക്ഷനിൽ പറയുന്നതെന്ന് വെച്ചാൽ മാച്ചിങ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പയറിംഗ് two or more structures to discover their likeness or differences. അപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ സ്ട്രക്ചേഴ്സിനെ കമ്പയർ ചെയ്തിട്ട് അതിനകത്ത് ചിലപ്പോൾ സിമിലാരിറ്റീസ് കാണാം, ഡിഫറൻസസ് കാണാം. ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെയാണ്, ആ പ്രോസസ്സിനെയാണെന്ന് പറയുന്നത് മാച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ മാച്ചിങ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പയറിംഗ് 2 or more structures to discover their likeness or differences. അപ്പോൾ നമ്മൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പം ഒബ്ജക്ട്സ് വൈഡ് റേഞ്ച് ഓഫ് ഒബ്ജക്ട്സ് ആയിരിക്കും. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫിസിക്കൽ എൻറ്റിറ്റീസ് ആകാം, വേർഡ്സ് ഓർ ഫ്രേസസ്, സം ലാംഗ്വേജസിലെ വേർഡ്സ് ഓർ ഫ്രേസസോ ആകാം, അതുപോലെ കംപ്ലീറ്റ് ക്ലാസ്സസ് ഓഫ് തിങ്സ് ആകാം, ജനറൽ കോൺസെപ്റ്റ്സ് ആകാം, റിലേഷൻസ് ബിറ്റ്വീൻ കോംപ്ലക്സ് എൻറ്റിറ്റീസ് ആകാം. ഇതെല്ലാം ഇതിനകത്ത് വരുന്ന സ്ട്രക്ചേഴ്സിനായിട്ട് വരുന്ന. അപ്പോൾ സ്ട്രക്ചേഴ്സിനെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ലൈക്ക്നെസ്സും പിന്നെ അതുപോലെ തന്നെ ഡിഫറൻസസും ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇതെന്ന് പറയുന്നത് മാച്ചിങ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ഒബ്ജക്ട്സ് ആണ്. ദറ്റ് ഇൻക്ലൂഡ് ഫിസിക്കൽ എൻറ്റിറ്റീസ് വരാം, പിന്നെന്താണ് കോംപ്ലക്സ് എൻറ്റിറ്റീസിൻ്റെ റിലേഷൻസ് വരാം, ജനറൽ കോൺസെപ്റ്റ്സ് വരാം, വേർഡ്സ് ഓർ ഫ്രേസസ് ഇൻ സം ലാംഗ്വേജസ് എക്സെട്ര വരാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യണം. നമുക്ക് സർട്ടൻ റെപ്രസെൻറ്റേഷൻസ് ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദറ്റ് ഈസ് FOPL ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, നെറ്റ്വർക്ക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, വേറെ അതർ സ്കീമാസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്താലും മാച്ചിങ് വിൽ ഇൻവോൾവ് കമ്പയറിംഗ് ദ കമ്പോണൻറ്റ് പാർട്ട് ഓഫ് സച്ച് സ്ട്രക്ചേഴ്സ്. ഈ സ്ട്രക്ചേഴ്സിനെ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വി ക്യാൻ യൂസ് ദ മാച്ചിങ് പ്രോസസ്. ഓക്കെ, മാച്ചിങ് ഈസ് യൂസ്ഡ് ഇൻ എ വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് ഫോർ ഡിഫറെൻറ്റ് റീസൺസ്. അതായത് പല വിധത്തിലുള്ള പ്രോഗ്രാംസിൽ നമുക്ക് മാച്ചിങ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് മേ serve to control the sequence of operations. അതായത് സർട്ടൻ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് മാച്ചിങ് യൂസ് ചെയ്യാം. അതായത് ഡിഫറെൻറ്റ് പ്രോഗ്രാംസിൽ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മാച്ചിങ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ചിലതിൽ കൺട്രോൾ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ടായിരിക്കും, ചിലതിനകത്തോ ഐഡൻറ്റിഫൈ ഓർ ക്ലാസിഫൈ ഒബ്ജക്ട്സിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ടായിരിക്കും, ചിലതിനകത്ത് ടു ഡിറ്റർമൈൻ ദ ബെസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ്സ്, വേറെ ആൾട്ടർനേറ്റീവ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടായിരിക്കും, ഓർ റിട്രീവ് ഐറ്റംസ് ഫ്രം ചിലപ്പം ഡേറ്റാബേസിൽ നിന്നുള്ള ഐറ്റംസിനെ റിട്രീവ് ചെയ്യാനായിട്ടായിരിക്കും. ഇങ്ങനെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് പ്രോഗ്രാംസിൽ എന്ത് യൂസ് ചെയ്യുന്നത്, മാച്ചിങ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാച്ചിങ് ടെക്നിക്സ് ഈസ് യൂസ്ഡ് ടു serve to control the sequence of operations, to identify or classify objects, to determine the best of number of different alternatives, or to retrieve items from a database. It's an essential operations in such a diverse programs such as അതായത് എന്താണ് സ്പീച്ച് റെക്കഗ്നിഷൻ, നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്, വിഷൻ, കമ്പ്യൂട്ടർ വിഷൻ, ലേണിംഗ്, ഓട്ടോമേറ്റഡ് റീസണിങ്, പ്ലാനിങ്, പ്രോഗ്രാമിംഗ്, ഓട്ടോമാറ്റിക് പ്രോഗ്രാമിംഗ്, എക്സ്പേർട്ട് സിസ്റ്റത്തിലൊക്കെ ഒരു ഡൈവേഴ്സ് പ്രോഗ്രാമായിട്ട് അതിനകത്ത് യൂസ് ചെയ്യുന്നൊരു എസെൻഷ്യൽ ഓപ്പറേഷനായിട്ട് യൂസ് ചെയ്യുന്നു. ഏതാ മാച്ചിങ് എന്ന് പറയുന്നത്. സോ ഇൻ മാച്ചിങ്ങിൽ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ ഓപ്പറേഷൻസ് ഇൻ സച്ച് ഡൈവേഴ്സ് പ്രോഗ്രാംസ് സച്ച് എസ് സ്പീച്ച് റെക്കഗ്നിഷൻ, നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്, എന്താണ് വിഷൻ, ലേണിംഗ്,
automated reasoning, planning, automatic programming, and expert systems as well as many others. Okay, in its simplest form നമ്മൾ മാച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കമ്പയറിങ് ടു സ്ട്രക്ചേഴ്സ് ഓർ പാറ്റേൺസ് ഫോർ ഇക്വാലിറ്റി. ഈക്വൽ ആണോ അല്ലയോ എന്ന് നമ്മളൊരു സിമ്പിളായിട്ട് ഇതിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പ്രോസസ്സ് വന്നിരുന്നാൽ അല്ലെങ്കിൽ രണ്ട് വേർഡ്സോ ഫ്രേസോ എന്തെങ്കിലും തന്നിരുന്നാൽ അല്ലെങ്കിൽ രണ്ട് സ്ട്രക്ചേഴ്സ് തന്നിരുന്നാൽ അതിനെ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഇക്വാലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പാറ്റേൺ തമ്മിലുള്ള ഇക്വാലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് നമുക്കതൊന്ന് പറയാം മാച്ചിങ് എന്ന് പറയാം. ഓക്കെ, the match fails if the patterns differ in any aspect. ഏതെങ്കിലും രീതിയിൽ ഈ പാറ്റേൺ ഡിഫർ ആയാൽ അല്ലെങ്കിൽ മാച്ചിങ് ഇല്ലാതിരുന്നാൽ മാച്ചിങ് ഫെയിൽ ആയെന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ മാച്ച് ബിറ്റ്വീൻ ദ ടു ക്യാരക്ടർ സ്ട്രിങ്സ്. ഇതിനകത്ത് രണ്ട് ക്യാരക്ടർ സ്ട്രിങ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ACDEBFBA, ACDEBFBAയും രണ്ടാമത്തേന്ന് പറയുന്നത് ACDEBEBAയുമാണ്. ഓക്കെ, ഇറ്റ് ഫെയിൽസ് ഓൺ ആൻ എക്സാക്ട് മാച്ച് സിൻസ് ദ സ്ട്രിങ്സ് ഡിഫറെൻറ്റ്. ഇത് തമ്മിൽ നോക്കിയാൽ അറിയാം എ തമ്മിൽ മാച്ചാണ്. C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, B ഉണ്ട്, പിന്നെന്തില്ല എഫിൻ്റെ സ്ഥാനത്ത് രണ്ടാമത്തെ സ്ട്രിങ്ങിൽ ഏതാണുള്ളത്? E ആണുള്ളത്. അപ്പോൾ 6th ക്യാരക്ടർ പാറ്റേൺസ് അല്ലെങ്കിൽ 6th ക്യാരക്ടർ പൊസിഷനിലാണ് ഇതിനകത്ത് മിസ്മാച്ച് വന്നത്, അല്ലെങ്കിൽ ദ സ്ട്രിങ് ഡിഫറെൻറ്റ് 6th ക്യാരക്ടർ പൊസിഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ രണ്ട് സ്ട്രിങ് തന്നിരുന്നാൽ ആ സ്ട്രിങ്ങിൽ നിന്ന് നമ്മൾ മാച്ചിങ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പം ഡിഫറെൻറ്റ് സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആയിരിക്കും അതിനകത്ത് ഡിഫറൻസ് ആയിട്ട് ഉള്ളത്. സോ ഇതെന്ന് പറയുന്ന ഒരു സിംപ്ലസ്റ്റ് ഫോം ഓഫ് മാച്ചിങ്ങിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഒരു ഫിഗർ കൊടുത്തിരിക്കുന്ന കണ്ടോ. ഈ ഫിഗറിൽ പറയുന്നതെന്ന് വെച്ചാൽ ഒബ്ജക്ട്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഏത് ഒബ്ജക്ട്സ് ആണ് നമുക്ക് മാച്ച് ചെയ്യാനുള്ളത്? ഇപ്പം ഒബ്ജക്ട്സ് ഓർ ക്ലാസ്സസ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ആകാം. ഓക്കെ, ദ ടേം ഒബ്ജക്റ്റ് ഈസ് the term object is used here in general sense. It does not necessarily imply physical objects മാത്രമാവില്ല. all objects will be represented in some formalisms, just അതായത് attribute values ആകാം. objects will be represented in some formalism. attribute values, proposition, logic, FOPL statements, എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാം? ഒബ്ജക്റ്റിനെ നമ്മൾ മാച്ചിങ്ങിന് വേണ്ടിയിട്ട് മാച്ചിങ് പ്രോസസ്സിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യണം? റെപ്രസെൻറ്റ് ചെയ്യണം, അല്ലേ? റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സർട്ടൻ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യാം. എന്താ? FOPL സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, റൂൾസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം, ഫ്രെയിം ലൈക്ക് സ്ട്രക്ചേഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ 2 dimensional സീൻസ്, ഡിസ്ക്രിപ്ഷൻസ്, ലാംഗ്വേജിൻ്റെ ഡിസ്ക്രിപ്ഷൻസ്, ഫോമൽ ലാംഗ്വേജ് ഡിസ്ക്രിപ്ഷൻസ് ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ ഏത് ഒബ്ജക്ട്സ് ആണോ നമുക്ക് മാച്ച് ചെയ്യേണ്ടത് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Once the description have been transformed into some schema, the matching process is performed element by element. Okay, അപ്പോൾ ഇതിനകത്ത് എന്താണ്? റെപ്രസെൻറ്റ് ചെയ്തു, ഒബ്ജക്റ്റിനെ കൊടുത്തു, ഇൻപുട്ട് സ്ട്രിങ് കൊടുത്തു, ഇൻപുട്ട് സ്ട്രിങ്ങിനെ എന്താണ് റെപ്രസെൻറ്റ് ചെയ്തു, അതായത് FOPL സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫ്രെയിംസ്, സ്ട്രക്ചേഴ്സോ ഏതെങ്കിലും സ്കീമാസൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോം ചെയ്യാം. ദാറ്റ് ഈസ് വൺസ് ദ ഡിസ്ക്രിപ്ഷൻ ഹാസ് ബീൻ, അതായത് എന്താണ് ട്രാൻസ്ഫോർമേഷൻസ് ഇതിനകത്ത് എന്താണ് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ആവശ്യമുള്ള സമയത്ത് മാത്രമേ നമ്മൾ എന്ത് അപ്ലൈ ചെയ്തുള്ളൂ? ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്തുള്ളൂ. ദാറ്റ് മേ ഇൻവോൾവ് ട്രാൻസ്ഫോർമേഷനിൽ എങ്ങനെയാണ് വരുന്നത്? സിമ്പിൾ ഇൻസ്റ്റൻഷിയേഷൻ ഓർ യൂണിഫിക്കേഷൻ അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിനെ എന്താണ് ക്ലോസസ് ഓർ മോർ കോംപ്ലക്സ് ഓപ്പറേഷൻസ് ഒക്കെ ആയിട്ട് അതിനെ എന്ത് ചെയ്യും? ഒരു 2 dimensional സീൻസിനെ ഡിസ്ക്രിപ്ഷൻസ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വൺസ് ദ ഡിസ്ക്രിപ്ഷൻസ് ഹാവ് ബീൻ ട്രാൻസ്ഫോംഡ്, അതായത് നമ്മൾ ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതി അല്ലെങ്കിൽ സീൻസായിട്ട് കൺവേർട്ട് ചെയ്തെങ്കിൽ, ട്രാൻസ്ഫോം ചെയ്തെങ്കിൽ, ദ മാച്ചിങ് പ്രോസസ് ഈസ് പെർഫോംഡ് എലമെൻറ്റ് ബൈ എലമെൻറ്റ്, അതായത് ഓരോരോ എലമെൻറ്റ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? മാച്ചിങ് പ്രോസസ്സ് നടത്തുന്നത്. ഓക്കെ, ഹാസ് ബീൻ വൺസ് ദ ഡിസ്ക്രിപ്ഷൻ ഹാവ് ബീൻ ട്രാൻസ്ഫോംഡ് ഇൻ ദ സെയിം സ്കീമ, ദ മാച്ചിങ് പ്രോസസ് ഈസ് പെർഫോംഡ് എലമെൻറ്റ് ബൈ എലമെൻറ്റ് യൂസിങ് എ റിലേഷണൽ ഓർ അതർ ടെസ്റ്റ്, അതായത് റാങ്കിങ് അല്ലെങ്കിൽ ഇക്വാലിറ്റി ടെസ്റ്റ് ഒക്കെ നടത്തി എന്താണ് മാച്ചിങ് പെർഫോം ചെയ്യും. ഓക്കെ, ദ ടെസ്റ്റ് റിസൾട്ട്സ് മേ ദെൻ ബി കമ്പൈൻഡ് ഇൻ സം വേ ടു പ്രൊവൈഡ് എൻ ഓവറാൾ മെഷർ ഓഫ് സിമിലാരിറ്റി. ചിലപ്പം ഇത് കമ്പാരറ്റർ വെച്ചിട്ട് തന്നെ കമ്പയർ ചെയ്തിട്ട് എന്താണ് മാച്ചിങ് ഒക്കറായാലും അതിന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ചിലപ്പം എന്താണ് ടെസ്റ്റ് റിസൾട്ട്സ് മേ ദെൻ ബി കമ്പൈൻ ചെയ്തിട്ടുള്ള റിസൾട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഓവറാൾ മെഷർ ഓഫ് സിമിലാരിറ്റിയുടെ ഒരു ഓവറാൾ മെഷർമെൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദ ചോയ്സ് ഓഫ് മെഷർ വിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ മാച്ച് ക്രൈറ്റീരിയ ആൻഡ് റെപ്രസെൻറ്റേഷൻ സ്കീം എംപ്ലോയിഡ്. നമ്മൾ യൂസ് ചെയ്യുന്ന മാച്ചിങ് ക്രൈറ്റീരിയയ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ സ്കീമിനും ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ദ ഔട്ട്പുട്ട് ഓഫ് ദ മാച്ചർ
ദ ഔട്ട്പുട്ട് ഓഫ് ദ മാച്ചർ ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ മാച്ച്. അതായത് മാച്ചിങ് പ്രോസസ്സിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇറ്റ് മേ ബി എ സിമ്പിൾ യെസ് ഓർ നോ റെസ്പോൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് വേരിയബിൾസ് വെച്ചിട്ടുള്ളൊരു ലിസ്റ്റ് ആയിരിക്കാം, ഓർ ആസ് കോംപ്ലിക്കേറ്റഡ് ആസ് ഡീറ്റെയിൽഡ് അനോട്ടേഷൻ ഓഫ് ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ മാച്ച്ഡ് ഒബ്ജക്ട്സ്. അല്ലെങ്കിൽ ഒരു എന്താണ് പാരഗ്രാഫ് വൈസ് ഉള്ള സെൻറ്റൻസസ് ആയിരിക്കാം, അത് തമ്മിലുള്ള മാച്ചിങ്ങോ അല്ലെങ്കിൽ മിസ്മാച്ചോ ഡിഫറൻസോ ഒക്കെ ആയിരിക്കും അതിനകത്ത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒബ്ജക്ട്സ് കൊടുത്തു, ഒബ്ജക്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്തു, FOPLO സ്കീമാസ് ഒക്കെ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി ഈ റിക്വയർഡ് ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്തു. ദെൻ ഈ രണ്ട് ഒബ്ജക്ട്സിൻ്റെയും തമ്മിൽ കമ്പയർ ചെയ്ത് കമ്പാരറ്റർ വെച്ചിട്ട് കമ്പയർ ചെയ്തു, മാച്ചിങ് നോക്കി. മാച്ചിങ് നോക്കിയിട്ട് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നുകിൽ എന്താണ് സിമിലാരിറ്റീസ് ആയിരിക്കും, വേർഡ്സ് വെച്ചിട്ടുള്ള സിമിലാരിറ്റീസ് ആയിരിക്കും, അല്ലെങ്കിൽ പാരഗ്രാഫ് വൈസ് അനോട്ടേഷൻസ് വെച്ചിട്ടുള്ള ഡിഫറൻസസ്, അല്ലെങ്കിൽ എന്താണ് മാച്ചിങ് സെൻറ്റൻസസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ടു സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാച്ചിങ് മേ ബി എക്സാക്ട് യൂസ്ഡ് വിത്തിൻ ഓർ വിത്തൗട്ട് പാറ്റേൺസ് വേരിയബിൾസ്, പാർഷ്യൽ ഓർ ഫസി. എനി മാച്ചിങ് അൽഗോരിതം വിൽ ബി ബേസ്ഡ് ഓൺ സച്ച് ഫാക്ടേഴ്സ്. അതായത് എന്താണ് സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാച്ചിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സാക്റ്റ് ആയിരിക്കും മാച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ടിപ്പിക്കൽ മാച്ചിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്.